ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി റിജോയെ തെളിവെടുപ്പിനായി അല്പസമയത്തിനകം ബാങ്കിലെത്തിക്കും. കവർച്ച ചെയ്ത പണം റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കത്തിയും ഉപയോഗിച്ച വസ്ത്രവും പോലീസ് കണ്ടെടുത്തു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഈ തെളിവെടുപ്പ് ആണ് വളരെ പ്രധാനം ഈ കേസിൽ. അത് റിജോ കവർച്ച നടത്തിയ ബാങ്ക്, ഒപ്പം ഈ പണം കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുത്തിരുന്നു. അയാളത് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചേൽപ്പിക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായപ്പോൾ ഏതൊക്കെ വഴികളിലൂടെ ഇപ്പോൾ പോലീസ് ഇയാളുമായി നടന്നു? വീണ, എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ റിജോ ആന്റണിയെ ഈ ചാലക്കുടി പോട്ടയിലുള്ള ഈ ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും വളരെ നാടകീയമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാലക്കുടിയിൽ ഞാൻ നിൽക്കുന്ന ഈ ബാങ്കിന് സമീപം സംഭവിച്ചത്. പ്രതി ഒറ്റയ്ക്ക് കത്തിയെടുത്തു വരുന്നു, അകത്ത് കയറുന്നു, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നു. ഈ കവർച്ച ആസൂത്രണം ചെയ്ത്, കവർച്ചയ്ക്ക് മുൻപുള്ള ആസൂത്രണേക്കാൾ മികച്ച രീതിയിൽ പ്രതി കവർച്ചയ്ക്ക് ശേഷവും പിടികൂടാതിരിക്കാനുള്ള ആസൂത്രണം നടത്തുന്നു. പക്ഷെ ഒടുവിൽ ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നു. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോട് കൂടിയാണ് ഇയാളെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുന്നത്. വളരെ നിർണായകമായിട്ടുള്ളത് ഈ പ്രതിയുടെ ഷൂ ആയിരുന്നു. ഈ ഷൂ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ചില അന്വേഷണത്തിലാണ് ഇയാളെ പിടിയിലേക്ക് എത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പോലീസ് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇയാൾ ഇതേ ഷൂ തന്നെയാണ് ധരിച്ചിരുന്നത്. അത് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് ഒരു ലീഡ് ലഭിച്ചത്. എന്തായാലും പ്രതിയിൽ നിന്ന് ഏതാണ്ട് മുഴുവൻ തുകയും, കവർച്ച ചെയ്ത മുഴുവൻ തുകയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 15 ലക്ഷമായിരുന്നു ഇയാൾ കവർന്നത്. ഇതിൽ 12 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിലുള്ള റൂമിലെ സേഫിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി 3 ലക്ഷത്തോളം വരുന്ന രൂപ ഇയാൾ അന്നനാടുള്ള ഇയാളുടെ സുഹൃത്തിനെ കടം വാങ്ങിയിരുന്നു. ആ സുഹൃത്തിനെ തിരിച്ചു നൽകിയിരുന്നു. ആ തുക ഇയാളുടെ സുഹൃത്ത് ഇന്നലെ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചേൽപ്പിച്ചിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട പണത്തിന്റെ ഏതാണ്ട് മുഴുവൻ തുകയും ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി തെളിവെടുപ്പാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി പുലർച്ചയോട് കൂടി തന്നെ അയാളുടെ വീട്ടിൽ പോയി അത്തരത്തിലുള്ള തെളിവെടുപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇയാൾ ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തി, അതുപോലെ തന്നെ അയാൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം, ഇതെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ബാങ്കിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾ തന്നെയാണ് ഇവിടെ ഏതാണ്ട് തടിച്ചു കൂടിയിട്ടുണ്ട്. ആളുകളെല്ലാം വളരെ കുറച്ചൊക്കെ ആകാംക്ഷയുണ്ട് മുഖത്ത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ നാടിനെ വിറപ്പിച്ച, അല്ലെങ്കിൽ നാടിനെ ആ തലത്തിൽ ഞെട്ടിപ്പിച്ച ഒരു കവർച്ചയിലെ ഈ ഒരു പ്രതിയെ കാണാൻ വേണ്ടി നാട്ടുകാരൊക്കെ രാവിലെ തൊട്ട് തന്നെ ഈ ബാങ്കിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ചാളുകൾ ക്ഷമ കെട്ടുകൊണ്ട് തിരിച്ചു പോയിരുന്നു. പക്ഷേ ഇപ്പോഴും പോകാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രതിയെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ നാട്ടുകാരിവിടെ എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മറ്റ് രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ഇയാൾക്ക് മുന്നിൽ മറ്റാരുമില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇവിടെ എത്തിയിട്ടുള്ളത്. ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ബാങ്കിൽ നിയമിച്ചിട്ടുണ്ട്. ഈ കവർച്ച നടക്കുന്ന സമയത്ത് അത്തരത്തിലൊരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ സാന്നിധ്യം ഈ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു സെക്യൂരിറ്റി ജീവനക്കാരനെ ബാങ്കിൽ നിയമിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടലോടെ കേരളം കണ്ട ഒരു കവർച്ച, അതിന്റെ പ്രതിയെ 2.5 ദിവസത്തിന് ശേഷം പിടികൂടുന്നു. 2.5 മിനിറ്റ് മാത്രമാണ് അയാൾ ഇന്ന് ഈ ബാങ്കിലകത്ത് കിടന്നുകൊണ്ട് ഈ പണം തട്ടിക്കൊണ്ട് പോകുന്നത്. 2.5 ദിവസത്തിന് ശേഷം പോലീസ് അയാളെ പിടികൂടുന്നു. അല്പസമയത്തിനകം തന്നെ അയാളെ ഈ പോട്ടയിലെ ഈ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് ഇവിടെ തെളിവെടുപ്പ് നടക്കുകയും ചെയ്യും. അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്നായിരിക്കും റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ്, നാട്ടുകാരൊക്കെ കാത്തിരിക്കുന്നത് പ്രതിയെ ഒന്ന് കാണാനാണ്. എന്തായാലും പോലീസുകാർ കൃത്യമായിട്ട് അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയുന്നത്. അതേസമയം ഈ റിജോ കവർച്ച ആസൂത്രണം ചെയ്തത്, തുടർന്ന് നടത്തിയ, നേരത്തെ ഒരു തവണ കൂടി കവർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമായിട്ടുണ്ടല്ലോ ആനന്ദ്. ഈ കവർച്ച ആസൂത്രണം ചെയ്തത്, അത് നടപ്പാക്കിയ രീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതി വിവരിച്ചത് എങ്ങനെ പറയുന്നു പോലീസ്? വീണ, അതായത് പ്രതിയുടെ രണ്ടാമത്തെ ശ്രമമാണ്. ആദ്യ ശ്രമം പരാജയമായിരുന്നു. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്നത് ദേശീയപാതയ്ക്കരികിലുള്ള ഈ റൂട്ടിലാണ്. ഇതിന് തൊട്ട് മുൻപാണ് ഒരു പള്ളിയുള്ളത്, ഒരു വിശുദ്ധ ദേവാലയമുള്ളത്. അപ്പോൾ ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ വെള്ളിയാഴ്ചകളിലും, പ്രത്യേകിച്ച് മാസത്തിൽ 2 വെള്ളിയാഴ്ചകളിൽ അത്തരത്തിൽ കൂട്ടപ്രാർത്ഥന, മണിയടിച്ചുകൊണ്ടുള്ള കൂട്ടപ്രാർത്ഥനയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ കൂട്ടപ്രാർത്ഥന ഇല്ലാത്ത ഒരു വെള്ളിയാഴ്ചയാണ് പ്രതി തിരഞ്ഞെടുത്തത്. ഈ ബാങ്കിന്റെ ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് പ്രതിയുടെ വീടുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ആ സമയത്ത് പോലീസ് വാഹനം ഈ റോഡിലൂടെ പോകുന്നത് പ്രതി കാണുകയും അതുകൊണ്ടാണ് ആ സമയത്ത് ഇയാൾ പിന്തിരിഞ്ഞത്. പക്ഷെ പിന്നീട് പ്രതി കൃത്യമായി നിരീക്ഷിക്കുന്നു. അതായത് ഈ 1:30 സമയത്താണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലാണ് ഏറ്റവും കുറവ് ആളുകൾ ഈ പ്രദേശത്തേക്ക് വരുന്നത്. ഈ കസ്റ്റമേഴ്സ് അടക്കമുള്ള ആളുകളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും. അതുപോലെ തന്നെ ജീവനക്കാർ ആ സമയത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയായിരിക്കും. തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് 1-2 മാസക്കാലത്തെ ആസൂത്രണം, അതുപോലെ തന്നെ ഈ കവർച്ച ചെയ്തതിനു ശേഷം ഏത് തരത്തിലൊക്കെ രക്ഷപ്പെടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു മുൻപരിചയമുള്ള ക്രിമിനൽ എങ്ങനെയാണോ ഒരു ക്രൈമിന് ശേഷം പെരുമാറുന്നത്, അതേ രീതിയിൽ തന്നെയായിരുന്നു ഇയാൾ പെരുമാറുന്നത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും
എന്തായാലും സാമ്പത്തിക ബാധ്യതകളാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെങ്കിലും പക്ഷേ 15 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ വന്ന് കവർ ചെയ്ത് കൊണ്ടുപോകുന്നു. ഇയാളുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലെ കടങ്ങൾ വീട്ടുന്നതിനായി ഭാര്യ പണം അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ പണങ്ങളെല്ലാം ഇയാൾ ഇവിടെ ദൂർത്തടിക്കും. ആഡംബര ജീവിതത്തിൽ തൽപരകക്ഷിയായിട്ടുള്ള ഒരാളാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ മറ്റ് പല രീതികളിലൂടെ ഈ ഭാര്യ അയച്ചു തരുന്ന പൈസ ഇയാൾ നാട്ടിൽ ചെലവഴിക്കുന്നു. ഒടുവിൽ ഈ കടങ്ങൾ പെരുകുകയും പിന്നീട് ഭാര്യ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ പ്രതി മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലാവുന്നു. എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം പ്രതിക്ക് മുന്നിൽ ഉയരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പ്രതി ഇത്തരത്തിലുള്ള കൃത്യം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പോലീസിനെ കബളിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതി നടത്തിയിരുന്നു എന്ന് തന്നെയാണ്. അതായത് ആദ്യമെന്ന് പറയുന്നത് ഈ ഹിന്ദിയിൽ സംസാരിക്കുന്നതായിരുന്നു. പ്രതി ഹിന്ദിയിലായിരുന്നു ഈ തട്ടിപ്പ് നടത്തുന്ന സമയത്ത് പ്രതികരിച്ച്. അത് ഈ ബാങ്കിലെ ജീവനക്കാരോട് സംസാരിച്ച് അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരേന്ത്യക്കാരനാണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയതെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, പോലീസിനെയും അതുപോലെ തന്നെ ബാങ്കിലെ മറ്റു ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള രീതി. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം ഈ തെറ്റിദ്ധാരണയ്ക്കുള്ള ഒരു സാധ്യത പോലീസ് അവിടെ പരിശോധിച്ചിരുന്നു. മറ്റൊരു കാര്യം ഇയാളുടെ ശാരീരികമായിട്ടുള്ള ശേഷിയാണ്. ശരീരപ്രകൃതി ഒരു ഉത്തരേന്ത്യക്കാരന്റെ ശരീരപ്രകൃതി അല്ല അയാൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ആ തരത്തിലൂടെയുള്ള അന്വേഷണങ്ങളാണ് ഒടുവിൽ ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വീണ.